തമിഴന്മാർ, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഈവൻ മറ്റേ പാകിസ്ഥാനി ആക്ടേഴ്സ് വരെ സംസാരിക്കുന്നു മലയാള സിനിമയെ വെച്ച്. കുറേ കാലം വരെ നമ്മുടെ സിനിമ ഒരു 3 പോയിന്റിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുമായിരുന്നു. ഒരു നായകൻ, ഒരു നായിക, ഒരു വില്ലൻ എന്ന് പറഞ്ഞിട്ട്. അതിൽ നിന്നൊക്കെ മാറി 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 ഇപ്പോൾ ഒരു കഥ, അതിലെ കഥാപാത്രങ്ങൾ, അങ്ങനെയായി സിനിമ. അതിൽ ഭയങ്കര നല്ല ചേഞ്ചാണ്. കാരണം നായകൻ നായിക സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം അവസാനം നായകൻ ജയിക്കും, വില്ലൻ സൈഡ് ആവും എന്നുള്ളത് നമുക്കറിയാം. എങ്കിലും നമ്മൾ കാണും. അതിൽ വ്യത്യസ്തമായ സിനിമകൾ ഒരുപാടുണ്ടെങ്കിൽ പോലും അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് വളരെ കുറവായിരുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എക്സ്പെരിമെൻ്റൽ ഫിലിംസ് വരുന്നു, നമ്മളെ സർപ്രൈസ് ചെയ്യിക്കുന്ന കുറേ എലമെൻറ്റ്സ് വരുന്നു. ഇപ്പം മലയാളം സിനിമ എന്ന് പറയുന്നത് തമിഴന്മാർ, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഈവൻ മറ്റേ പാകിസ്ഥാനി ആക്ടേഴ്സ് വരെ സംസാരിക്കുന്നു മലയാള സിനിമയെ വെച്ച്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത്രയും യുണീക്കായിട്ടുള്ള ഐഡിയാസ് നമ്മൾ കൊണ്ടുവരുന്നതുകൊണ്ടാണ്. അത് നല്ല കാര്യമാണ്. അറ്റ് ദ സെയിം ടൈം ഒരു ചെറിയ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് OTT മൂവീസ് വരുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് ഒരു ലേഡ് ബാക്ക് മനോഭാവമുണ്ട്. OTT വരുമ്പോൾ കാണാം. അത് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ പലർക്കും, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്, തിയേറ്റർ ഓണേഴ്സിന് കിട്ടുന്ന ഒരു ചെറിയൊരു അടിയാണ്. അപ്പോൾ അത് ഒരു ചെറിയൊരു മൈനസും ബാക്കി ഒരു വലിയ കുറേ പോസിറ്റീവ്സും ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അപ്പോഴും ഈ നല്ല മൗത്ത് പബ്ലിസിറ്റി, കാരണം നമ്മുടെ പടത്തിൽ അങ്ങനെ പറയാൻ സൂപ്പർ സ്റ്റാർസ് ഒന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പടത്തിൽ നമ്മളെല്ലാവരും ക്യാരക്ടേഴ്സായിട്ട് അഭിനയിക്കുന്നു. സൂപ്പർ വുമൺ. അപ്പോൾ അങ്ങനെ ഒരു ഇതില്ലാത്തതുകൊണ്ട് അവർ സിനിമയായിട്ട് കാണാൻ വരിക. ഇതൊരു നല്ല സിനിമയാണ്. ഇത് ഭാവനയുടെ സിനിമയോ റഹ്മാൻ്റെ സിനിമയോ അങ്ങനെയൊന്നുമല്ല. ഇതൊരു നല്ല സിനിമ.